അതിഥി തൊഴിലാളികൾക്കിടയിലെ ലഹരി ഉപയോഗവും കടത്തും തടയുന്നതിൽ തൊഴിലുടമകൾക്കും മുതലാളിമാർ കെട്ടിട ഉടമകൾക്കും വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. ഇതിനായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. 1. കൃത്യമായ നിരീക്ഷണവും മുൻകരുതലുകളും. പതിവ് സന്ദർശനങ്ങൾ. തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളും ക്യാമ്പ് റെയിൻ ജോലിസ്ഥലവും ഇടയ്ക്കിടെ അപ്രതീക്ഷിതമായി സന്ദർശിച്ച് പരിശോധിക്കുക. സംശയാസ്പദമായ മാറ്റങ്ങൾ കണ്ടെത്തുക. പെട്ടെന്നുണ്ടാകുന്ന പെരുമാറ്റമാറ്റങ്ങൾ, ജോലിയിലെ ശ്രദ്ധക്കുറവ്, അമിതമായ ക്ഷീണം, നിരന്തരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവ ലഹരി ഉപയോഗത്തിന്റെ ലക്ഷണങ്ങളാകാം. ഇവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ഇടപെടുക. അപരിചിതരുടെ സന്ദർശനം വിലക്കുക. താമസ സ്ഥലങ്ങളിലേക്ക് പുറത്തുനിന്നുള്ള അപരിചിതർ വരുന്നത് തടയുക. ലഹരി വിൽപ്പനക്കാർ തൊഴിലാളികളെ തേടിയെത്തുന്നത് ഒഴിവാക്കാൻ ഇത് സഹായിക്കും. 2. ബോധവൽക്കരണവും പിന്തുണയും. സ്വന്തം ഭാഷയിൽ ബോധവൽക്കരണം. ലഹരി വസ്തുക്കളുടെ ദോഷങ്ങളെക്കുറിച്ചും കേരളത്തിലെ ലഹരി വിരുദ്ധ നിയമങ്ങളെക്കുറിച്ചും ഓഫ് NDPS ആക്ട് അവരുടെ മാതൃഭാഷയിൽ ഹിന്ദി, ബംഗാളി, അസമീസ് മുതലായവ ലഘുലേഖകൾ നൽകുകയോ ക്ലാസുകൾ സംഘടിപ്പിക്കുകയോ ചെയ്യുക. മാനസിക പിന്തുണ. കഠിനമായ അധ്വാനവും ഏകാന്തതയുമാണ് പലരെയും ലഹരിയിലേക്ക് നയിക്കുന്നത്. അതിനാൽ കൃത്യമായ വിശ്രമവേളകളും വിനോദത്തിനുള്ള അവസരങ്ങളും, ഉദാഹരണത്തിന് സ്പോർട്സ്, ടെലിവിഷൻ സൗകര്യം ഒരുക്കി നൽകുക. 3. തൊഴിൽ അന്തരീക്ഷവും വേതന മാനേജ്മെന്റും. ഡിജിറ്റൽ പണമിടപാടുകൾ. വേതനം നേരിട്ട് പണമായി ക്യാഷ് നൽകുന്നതിനു പകരം ബാങ്ക് അക്കൗണ്ട് വഴി നൽകുക. കൈവശം അമിതമായി പണം വരുന്നത് ലഹരി വസ്തുക്കൾ വാങ്ങാൻ പ്രേരണയായേക്കാം. സുരക്ഷിതമായ താമസ സൗകര്യം. വൃത്തിയുള്ളതും അടിസ്ഥാന സൗകര്യങ്ങളുള്ളതുമായ താമസ സ്ഥലം നൽകുക. ലഹരി ഉപയോഗത്തിന് അനുകൂലമായ വിജനമായതോ അടച്ചുപൂട്ടിയതോ ആയ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. 4. നിയമപരമായ നടപടികളും പോലീസുമായുള്ള സഹകരണവും. ശക്തമായ മുന്നറിയിപ്പ്. തൊഴിൽ കരാറിലോ കെട്ടിട വാടക കരാറിലോ ലഹരി ഉപയോഗത്തിനെതിരെ കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുക. ലഹരി ഉപയോഗിച്ചാൽ ജോലിയിൽ നിന്നും താമസ സ്ഥലത്തു നിന്നും പുറത്താക്കുമെന്ന മുന്നറിയിപ്പ് നൽകുക. പോലീസിനെയും എക്സൈസിനെയും വിവരമറിയിക്കുക. ലഹരി ഉപയോഗമോ കച്ചവടമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒളിച്ചുവെക്കാതെ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ എക്സൈസ് ഓഫീസിലോ വിവരമറിയിക്കുക. ലഹരിമുക്തി കേന്ദ്രങ്ങളുടെ അഡിക്ഷൻ സെന്റേഴ്സ് സഹായം തേടാനും മുൻകൈയെടുക്കുക. തൊഴിലാളികളെ ശത്രുതയോടെ കാണാതെ ലഹരിയുടെ കെണിയിൽപ്പെടാതെ സംരക്ഷിക്കേണ്ടത് സ്വന്തം സ്ഥാപനത്തിന്റെ സുരക്ഷയ്ക്കും സമൂഹത്തിന്റെ നന്മയ്ക്കും അത്യാവശ്യമാണെന്ന ഉത്തരവാദിത്തത്തോടെ തൊഴിലുടമകൾ പ്രവർത്തിക്കേണ്ടതുണ്ട്.